മതമൈത്രിയുടെയും സാന്ത്വന പ്രവർത്തനങ്ങളുടെയും 40 വർഷം പിന്നിട്ട കാഞ്ഞിരപ്പുഴ നീർച്ച ഫെബ്രുവരി 17-18 തീയതികളിൽ പള്ളിപ്പടിയിൽ വെച്ച് നടക്കും. നേർച്ച കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും തുടർന്ന് പാണക്കാട് സയ്യിദ് വാഹിദ് ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്കു നേതൃത്വം നൽകുമെന്നും നേർച്ചയോടനുബന്ധിച്ച് 350 വിധവകൾക്ക് റിലീഫ് വിതരണം ചെയ്യുമെന്നും പഞ്ചായത്തിലെ 60 തികഞ്ഞ 150 പേർക്ക് വസ്ത്രവിതരണവും നടത്തുമെന്നും കൂടാതെ നേർച്ചയോടനുബന്ധിച്ചു 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടക്കുമെന്നും കമ്മിറ്റി ഭാരവാഹികളായ ഉസ്താദ് ഡോക്ടർ ഉസ്മാൻ സൈനി അൽ ഖാദിരി, മണികണ്ഠൻ അലി, മൊയ്തീൻ കുട്ടി, മുസ്തഫ, സുഹൈബ് മിസ്ബാഹി, സൽമാനുൽ ഫാരിസ് അസ്ഹരി, ഹാഫിള് അബു ത്വാഹിർ സുഹരി, മുഹിയുദ്ദീൻ സഖാഫി, മുസമ്മിൽ സഖാഫി എന്നിവർ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വർഷം തോറും നടത്തി വരാറുള്ള കാഞ്ഞിരപ്പുഴ നേർച്ച അതിവിപുലമായ രൂപത്തിൽ ഈ വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഫെബ്രുവരി 17-18 തീയതികളിൽ ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി മന്ത്രി അവർകൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാണക്കാട് സയ്യിദ് വാഹിദ് ശിഹാബ് തങ്ങൾ ദുആ നേതൃത്വം നൽകും. അന്നേ ദിവസം സാമൂഹ്യ സേവാ വേദിയിൽ 350 വിധവകൾക്ക് റിലീഫ് വിതരണം, അരി വിതരണം, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 150ഓളം നിർധനരായ പുരുഷന്മാർക്ക് വസ്ത്രവിതരണം, തുടർന്ന് 300 രോഗികൾക്ക് പരിശോധനയും ആയുർവേദ സൗജന്യ മരുന്ന് വിതരണവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശ്രീമതി ശാന്തകുമാരി, മറ്റു രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും പങ്കെടുക്കും. മതസൗഹാർദ്ദ വേദിയിൽ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫിയും സ്വാമി ആത്മദാസ് എമി ധർമ്മപക്ഷയും മറ്റു മത നേതാക്കളും പങ്കെടുക്കും. തുടർന്ന് വിദ്യാർത്ഥി സംഗമവും സൂഫി കവാലിയും വൈകുന്നേരം 7 മണിക്ക് കേരള ആയോധന കലയായ കളരിപ്പയറ്റ് പ്രദർശനവും മുസ്തഫ കുരിക്കൽ, യൂസുഫ് കുരിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. 18-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സി ഹംസ ഉസ്താദ് അവരുടെ ഖബർ സിയാറത്തും തുടർന്ന് നേർച്ചയുടെ കൊടികയറ്റം സയ്യിദ് ബാവ ഫക്രുദ്ദീൻ അറബി തങ്ങൾ നാഗൂർ നേതൃത്വം വഹിക്കും. മറ്റു പണ്ഡിതരും നേതാക്കളും ആത്മീയ സദസ്സിന് മജ്ലിസിനും നേതൃത്വം വഹിക്കുകയും തുടർന്ന് കോഴിക്കോട് കൊയിലാട് കുഞ്ഞി സീതി കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അറവനമുട്ടും റിഫായ റാത്തീബും നടത്തപ്പെടുന്നു. 10,000 ആളുകൾക്കുള്ള അന്നദാന വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ ഈ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഉസ്മാൻ സൈനി, അദ്ദേഹത്തിൻ്റെ പിതാവ്, ഞങ്ങളുടെയൊക്കെ ഉപ്പ ഹംസ ഉസ്താദ് തുടങ്ങി വെച്ച ഈ മതസൗഹാർദ്ദ നേർച്ച നാട്ടിലെ എല്ലാ ആളുകൾക്കും വളരെ ഒരു ആഘോഷമായിക്കൊണ്ട് തന്നെ ഇവിടെ നടന്നു വരാൻ തുടങ്ങിയിട്ട് 40-ലധികം വർഷമായി. ഞങ്ങളുടെ ഉപ്പയുടെ വിയോഗത്തിന് ശേഷവും ഇത് അൽഹംദുലില്ലാഹ് വളരെ വിപുലമായിക്കൊണ്ട് തന്നെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലികമായ വിഷയങ്ങൾ നമുക്കൊക്കെ അറിയാമല്ലോ. മതങ്ങൾ തമ്മിൽ സ്പർദ്ധയും മറ്റുമൊക്കെ വളരുന്ന ഈ കാലത്ത് ഇങ്ങനെയുള്ള മതസൗഹാർദ്ദത്തിൻ്റെ വേദികൾ നമ്മുടെ നാടിനൊക്കെ അത്യാവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഈ നേർച്ച തീർത്തും എല്ലാ ജാതിയും മതവും
എല്ലാവരും ഒരുമിച്ച് കൂടി വളരെ സന്തോഷത്തോടു കൂടെ നടത്തുന്ന നേർച്ചയാണ്. മാത്രമല്ല നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ നേർച്ചയുടെ പ്രധാന ലക്ഷ്യമാണ്. എന്തുകൊണ്ടും ഇത് ഈ നാട്ടുകാർക്ക് വലിയൊരു ആഘോഷവും ആവേശവുമാണ്. എന്നെന്നും ഇത് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. AUK ഫർണിച്ചർ ഇനി മുതൽ കൊടത്താടും. ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി AUK ഫർണിച്ചറിന്റെ 4ാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു. AUK ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്.